ഇന്ന് ജാനുവരി 1. ഇന്ന് രാവിലെ എണീച്ചപ്പം നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഒരു പുതുവർഷം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഈ പുതിയ വർഷം നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ പ്രതീക്ഷകളൊക്കെ കൊണ്ടുവരട്ടെ. അതുപോലെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ നല്ലൊരു വർഷമാകട്ടെ. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യം നല്ലതാകട്ടെ. ആരോഗ്യവും സന്തോഷവും എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ദിവസം തുടങ്ങുകയാണ്. അപ്പോൾ ഇത് ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ നോക്കിയാലുള്ള കാഴ്ചകളാണ്. രാവിലെ തന്നെ കുറച്ച് സമയം വായ നോക്കി നിൽക്കാനൊക്കെ നല്ല രസമാണല്ലേ. അപ്പോൾ ഞാനിങ്ങനെ വായ നോക്കി നിന്നപ്പോൾ എൻ്റെ ചെടിയിൽ കുറച്ച് പൊടികളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൽ വെള്ളത്തിൻ്റെ കുറവൊക്കെ ഒന്ന് തൊട്ട് നോക്കിയപ്പോൾ തോന്നി നമ്മൾ മണ്ണിൽ നല്ലോണം കൈ വെച്ച് നോക്കിയിട്ടേ ചെടിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആകുമ്പോൾ അധിക സമയം അതിന് സംഭവിക്കുന്ന ഒരു കേട് വെള്ളം കൂടിയിട്ടുള്ള നമ്മളതിനെ വല്ലാതെ അങ്ങ് സ്നേഹിച്ചു പോകും. ഞാൻ നാട്ടിൽ പോകുന്ന സമയത്തൊക്കെ ഇവിടെ ചെടികളോട് എല്ലാവർക്കും വല്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എൻ്റെ മുക്കാൽ ഭാഗം ചെടികളും മരണത്തെയും പ്രതീക്ഷിച്ച് കിടക്കുകയായിരിക്കും. അവർക്ക് എന്നെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അവരെ സ്നേഹിച്ചും ലാളിച്ചും വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഇന്ന് ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ വെള്ളപ്പവും വെള്ളക്കടലയുടെ കറിയാണ്. ഇതിൻ്റെ റെസിപ്പിയൊക്കെ നേരത്തെ ഇട്ടതുകൊണ്ട് വീണ്ടും ഇടുന്നില്ല. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ലൈക്കൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. എന്നും രാവിലെ ബെഡിൽ നിന്ന് എണീക്കുമ്പം തന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദിവസം തുടങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളത് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി വന്നോളൂ കേട്ടോ. നമുക്ക് വരുന്ന സന്തോഷങ്ങളും സമാധാനങ്ങളും ഒക്കെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മുടെ പ്രാർത്ഥന നമുക്ക് വല്ലാത്തൊരു ശക്തി തരും എന്നുള്ളത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇനിയിപ്പം മക്കളൊക്കെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഒന്ന് ഫുഡ് എടുത്ത് കൊടുക്കുകയാണ്. ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇന്നാണ് ഇതിന് വോയിസ് കൊടുക്കുന്നത്, ജാനുവരി 1. അപ്പോൾ ഇനി നന്നായിട്ട് സ്ഥിരമായിട്ട് വീഡിയോ ഒക്കെ ഇടാൻ പറ്റട്ടെ എന്ന് ഞാൻ തന്നെ എപ്പോഴും എന്നോട് പറയുകയാണ്. അപ്പോൾ ഡിഷ് വാഷർ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതൊക്കെ ക്ലിയർ ചെയ്യുന്നത്. രാത്രി അത് ഓണാക്കി വെക്കും. പിന്നെ രാവിലെ ആകുമ്പോഴത്തേന് അത് ഡ്രൈ ആയിട്ട് അതിൽ കിടന്നോളൂ കേട്ടോ. ഇവിടെ നല്ല തണുപ്പുണ്ട് ഇപ്പോഴും ദിവസങ്ങളിലൊക്കെ. ഇനി ഫ്രൂട്ട്സൊക്കെ ഒന്ന് അതിൻ്റേതായ സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം സ്ട്രോബെറിയുടെ ഒക്കെ ഒരു സീസണാണ്, തണുപ്പായതുകൊണ്ട്. അതുപോലെ ഉച്ചയ്ക്കുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്യുന്നത്. നമ്മുടെ നാടൻ മടിയന്മാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മട്ടൻ കറിയാണ്. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതും നെയ്ച്ചോറും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇതിലേക്കൊരു പപ്പടം പൊരിച്ചതോ അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില എല്ലാം ഇട്ടൊന്ന് വഴറ്റുകയാണ്. കുറച്ച് സമയം നമ്മൾ സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. പണ്ടത്തെ കാലത്ത് വഴറ്റിലൊന്നും ഇല്ലായിരുന്നു. ഇനി ഇതിലേക്ക് മല്ലി, മുളക്, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടിൻ്റെ അത്ര തന്നെ മുളക് പൊടി ഇടണ്ട. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി. ഇതിലേക്ക് നമ്മൾ സാധാരണ ഉലുവ ചേർക്കാറില്ല. എന്നിട്ട് നന്നായിട്ട് മട്ടനിട്ട് വഴറ്റിയതിന് ശേഷം ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 15 മിനിറ്റാണ് ഇവിടുത്തെ മട്ടൻ്റെ വേവ്. നാട്ടിൽ എനിക്ക് തോന്നുന്നത് 20 മിനിറ്റൊക്കെ വേണ്ടി വരുന്നു. ഇപ്പോൾ ഇത് 15 മിനിറ്റ് കഴിഞ്ഞ് ഇനി ഒന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള മട്ടൻ കറി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, നമുക്ക് മടി പിടിച്ച ദിവസമോ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ നെയ്ച്ചോറ് എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികളും ഹാപ്പി, നമ്മളും ഹാപ്പി.
പിന്നെ നമ്മളിവിടെ പാകിസ്ഥാൻ്റെ ബീഫും മട്ടനാണ് യൂസ് ചെയ്യാറ്. അതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ എല്ലായിടത്തും ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുകയാണ്. അതിന് വളരെ കുറച്ച് സമയം മതി. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് വീട് ക്ലീനായിട്ട് സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നതെന്നുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു ടീം വർക്കാണ്. ഞാനും ഹസ്ബൻഡും മക്കളും ഒക്കെ വീട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാറുണ്ട്. അൽഹംദുലില്ലാ അത് വലിയൊരു അനുഗ്രഹമായിട്ട് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. പല വീടുകളിലും ഉമ്മമാരാണ് രാവിലെ മുതൽ രാത്രി വരെ ഒരുപാട് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലെ പണികൾ ഒരിക്കലും തീരുമില്ല. ആരും അവരുടെ പ്രയാസങ്ങൾ അറിയുമില്ല. ഇനി ഇതാ ഈ റൂമൊന്ന് വൃത്തിയാക്കി എടുക്കാണ്ട്. ഇത് മോൻ്റെ റൂമാണ്. ഇവിടെ 3 ബെഡ്റൂമാണ് ഉള്ളത്. അപ്പോൾ ഇനി ഈ റൂമാണ് ഇന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് ഡസ്റ്റും വൃത്തികേടൊന്നും കാണുന്നില്ല കേട്ടോ. എന്നാലും ഞാൻ എൻ്റെ വകയൊന്ന് ചെയ്തു തന്നുള്ളൂ. അവനിന്ന് ജോലിക്ക് പോയിട്ടുണ്ട്. അധിക ദിവസം വീട്ടിലിരുന്നായിട്ടാണ് വർക്ക് ചെയ്യാറ്. അപ്പോൾ ഇന്ന് അവനില്ലാത്തപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്തൊക്കെ ഒന്ന് വൃത്തിയുണ്ടോ എന്ന് കയറി നോക്കിയതാണ്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനിയും നല്ല പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. എല്ലാവരും ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.